കടിക്കെല്ലാം മുറിഞ്ഞിരിക്കുക അതിൽ പോയിരിക്കുക. ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്. കാറ്റുകൾ നിങ്ങളൊന്ന് കണ്ടാൽ മനസ്സിലാവും. അതായത് ഇവര് കാണിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് അതായത് ആരാധകർ ഇവരോട് പറയുന്നുണ്ട്, ചേച്ചി അങ്ങനെ കിടക്കും. വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. നമസ്കാരം പ്രിയമുള്ളവരെ. അപ്പൊ നിങ്ങള് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ഞാൻ വൈകിപ്പോയി. എന്നാലും നമ്മുടെ രേണുസുതി റിലേറ്റഡ് ഇഷ്യൂ ആണ് ഇന്ന്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. സോഷ്യൽ മീഡിയ പറവറക്കാണ് ചേച്ചി. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു, രേണുസുതി അത് ഡയറക്റ്റ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇച്ചിരി ഇടിഞ്ഞു നിൽക്കുകയാണ്, ഡിമാൻഡ് കുറഞ്ഞു നിൽക്കുക എന്നുള്ളത്. ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു, രേണുസുതി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഒരു നെഗറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കി അവർ തന്നെ ബൂസ്റ്റ് ചെയ്ത് തന്നെ മേളിലോട്ട് വരും എന്നുള്ളത്. അപ്പം ഈ ഒരു കണ്ടന്റ് ഇവർ പുറത്തു വിട്ടത് ഇതിനിപ്പം ഇവരറിഞ്ഞുകൊണ്ട് ഇവർ മനഃപൂർവ്വമാണോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. ആണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോ ലീക്ക് ആയതിനു ശേഷം അതിന് ലീക്കായ കുറച്ച് വീഡിയോസും അതിനെ ന്യായീകരിച്ചുകൊണ്ട് പിന്നീട് വന്ന് ഇവർ ഈ ലീക്ക് ചെയ്തവനെ ചീത്ത വിളിച്ച് ഒരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അവസാനം വരെ എല്ലാവരും കാണുക. നമ്മളൊന്ന് സപ്പോർട്ട് തരാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ഒന്ന് കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോസിലേക്ക് കടക്കാം. കാലാവസ്ഥയുടെയാണ് നോക്കുന്നത്. ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്. ഫുഡ് കഴിച്ചില്ല. ഞാനിപ്പോൾ അധികം ഫുഡൊന്നും കഴിക്കും. ഇപ്പോഴെന്നല്ല, ഞാൻ അധികം ഫുഡേ കഴിക്കാത്ത ഒരാളാണ്. സത്യം ഞാൻ കഴിക്കാൻ മടിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ. ചേച്ചി നല്ലപോലെ ഫുഡ് കഴിക്കുന്നില്ല. ചേച്ചിയുടെ കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ആരാധകർക്ക് വേണ്ടി അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് വേണ്ടി ചേച്ചി ജീവിക്കുകയാണ്. കഴിഞ്ഞൊരു വീഡിയോ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, സെയിൽസ് കെയറായിട്ട് പോയി നിൽക്കുമെന്ന് വേണ്ടി വന്ന. അന്നേ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ലക്ഷക്കണക്കിന് രൂപ മന്ത്ലി ഇൻകം ആയിട്ട് സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ പിന്നെ സെയിൽസ് കെയറായിട്ട് പോയി നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും എന്നുള്ളത് വെറും തെള്ളു മാത്രമാണ്. ബാക്കി വേറൊരു കേസ് ഇട്ട് അവർ ആ വീഡിയോയ്ക്ക് തന്നെ പറയുന്നുണ്ട് അവസരങ്ങൾ കുറയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ തന്നെ അന്ന് പറഞ്ഞായിരുന്നു, ഇങ്ങനെയൊക്കെ അവസരങ്ങൾ കുറയുന്ന സന്ദർഭങ്ങളിലെല്ലാം രേണുസുതി ഒരു ബോംബ് ഇടുമല്ലോ. അപ്പൊ വീണ്ടും എയറിലേക്ക് പോകും, അതുവഴി ഒന്ന് പുഷ് ചെയ്യപ്പെടുകയും ചെയ്യും. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുറത്ത് വരുമ്പോൾ അത് ഫാമിലിപ്പെട്ടവരൂടെ കാണും എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, ഇല്ല? നമ്മളടങ്ങുന്ന ഒരു സമൂഹം, അച്ഛനും അമ്മയും സ്വന്തം അല്ലെങ്കിൽ പ്രസവിച്ചിട്ടില്ലെങ്കിൽ പോലും മോനെന്ന് വിളിക്കുന്ന കിച്ചുവും അവനെല്ലാം ഈ വീഡിയോയ്ക്ക് ഇത് കാണുമല്ലോ. ഇതൊക്കെ കാണുമ്പോൾ അവരുടെയൊക്കെ ഒരു മൈൻഡ് എന്തായിരിക്കും എന്നുള്ളതാണ് എനിക്കറിയാൻ വയ്യാത്തത്. അപ്പൊ എന്തായിരുന്നാലും ചേച്ചിയുടെ അടുത്ത പോർഷൻ കാണാം നമുക്ക്. ഇൻസ്റ്റാഗ്രാമിലെ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി എന്ന് പറയുന്നത് തന്നെ അതിപ്പം ഈ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണ് ഈ ഒരു ലൈംഗിക ചുവയുള്ള കണ്ടന്റുകൾ ഇടാൻ വേണ്ടിയാണ് ചൂസ് ചെയ്തേക്കുന്നത്. പുറത്തും അങ്ങനെ ആണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായിരുന്നാലും അപ്പൊ രേണുസുതിയെ സംബന്ധിച്ച് ഇപ്പം അവരങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ നടത്തുമ്പോൾ അവരുടെ എന്താണ് ഇതെന്ന് അറിയാൻ വന്ന അവരുടെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ടല്ലോ. അതിന് അവര് ഈ പറയുന്നത് പോലെ സെക്ഷലി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വർഗറായിട്ടുള്ള കുറച്ച് വീഡിയോസ് അവർക്ക് വേണ്ടി പങ്കുവെക്കുന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. അപ്പൊ അത് വെച്ചാലല്ല അവർ നിൽക്കത്തുള്ളൂ. പിന്നെ ഒരു കേസ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്. ഈ രേണുസുതി മാത്രമല്ലല്ലോ ഇത് ചെയ്യുന്ന, ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഓക്കെ എന്റെ കണ്ടന്റ് ഇതാണ്, ഞാൻ സബ്സ്ക്രിപ്ഷൻ വെച്ച് ഇതാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അവർ പുറത്ത് വന്ന് ഇത് എന്നെ ന്യായീകരിക്കാനോ എടുക്കാനോ ഒന്നും നിൽക്കുന്നില്ല. ഇവരെന്താണ്, ഇവരാണെങ്കിൽ കഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്യലും ഉത്തരത്തിലിരിക്കുന്ന കിട്ടിയും വേണം എന്നുള്ള രീതിയാണ്. അതായത് സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് ഈ രീതിയിലുള്ള പ്രവർത്തികളെല്ലാം കാണിക്കുകയും ചെയ്യും, എന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് അതിനെ ന്യായീകരിക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെ മോശമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്നെക്കുറിച്ച് അപവാദം പറയുകയാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയും ചെയ്യും. ഇപ്പം കുറേച്ചൊക്കെ ഈ ദുബൈ വാർത്തയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശരിയാണോ എന്നുള്ള ചില ത്രോട്ടൊക്കെ വരുന്നുണ്ട്. അതെന്തോ അവരുടെ ലൈഫ്. പിന്നെ വേറൊരു കേസായിട്ട് അവരൊരു നമ്മളിതൊക്കെ എടുത്ത് ചെയ്യുന്നത് അവരൊരു സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാണ് കേട്ടോ. അല്ലാതെ ഒരു പെണ്ണിനെ നമുക്ക് വലിച്ചിടേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അടുത്തൊരു ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് കാണാം നമുക്ക്.
ഓക്കെ ബൈ. ഓക്കെ ടാറ്റാ. ഈ ഒരു വീഡിയോ ഇറങ്ങിയതോട് കൂടി എന്തായിരുന്നാലും ഈ താന്നിരുന്ന രേണുസുതി സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു കേട്ടോ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങി എല്ലാ മെയിൻ സ്ട്രീം ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ രേണുസുതിയാണ് താരം. എനിക്കൊരു തോന്നലുണ്ട്, ഇനി ഇവർ തന്നെ ഇവരുടെ ആരെങ്കിലും വെച്ചുകൊണ്ട് ഇത് പുറത്തു വിട്ടതാണോ എന്നുള്ളത്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇച്ചിരി ഡൗൺ ആയി നിൽക്കുകയാണ്, ഒന്ന് മുന്നോട്ട് വരണമെന്നുള്ളത്. ഇവർ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണല്ലോ എല്ലാ പ്രാവശ്യവും മുമ്പോട്ട് വരുന്നത്. അപ്പം അതാണോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. അപ്പം ഇതിനകത്ത് വേറൊരു കേസ് ഇട്ടുണ്ട് കേട്ടോ. ഇവരുടെ വേറൊരു വീഡിയോയും കൂടെ ഉണ്ട്, അത് ഞാൻ പക്ഷേ ഇതിനകത്ത് വെക്കുന്നില്ല. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതായത് ഒരു ട്രൗസർ ഇട്ടിട്ട് കാല് മസാജ് ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പോൾ അത് ആർക്കാണ്ട് പേഴ്സണലി അയച്ചു കൊടുത്ത ചാറ്റും കാര്യങ്ങളും ഒക്കെയാണ്. അതെന്തായാലും നമ്മൾ ഇതിനകത്ത് വെക്കുന്നില്ല. അതിന്റെ കുറച്ചുകൂടെ വീഡിയോ കിട്ടിയാൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായാലും ഈ ഒരു പരിപാടിക്കകത്ത് 1-2 ക്ലിപ്പ് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കാണാം. ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ്. ഗിഫ്റ്റ് ഓക്കെ ദെൻ വേറെന്താണ്? ദൈവം സഹായിച്ച് നമ്മുടെ ബോഡി ഷേപ്പ് ഇവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവർക്കൊക്കെ ഇവർ വിളിക്കുന്ന കുട്ടന്മാരെന്നാണ് കേട്ടോ. കുട്ടന്മാരെ കാണിക്കുന്നതെല്ലാം ഇപ്പം ചട്ടിയിലായേക്കുന്നത്. ഏതോ കൂട്ടത്തിൽ ഒരു കുട്ടൻ, അത് ഇനി ഇവരുടെ തന്നെ കുട്ടനാണെന്ന് അറിഞ്ഞൂടാ. ഈ ചാറ്റുകളെല്ലാം എടുത്ത് പുറത്തു വിട്ടേപ്പോണ്ട് അപ്പൊ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവരതിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നേപ്പോണ്ട് അത് ഞാൻ ഇതിന്റെ കൂടെ വെക്കാം. അതിനു മുമ്പ് കുറച്ച് കമന്റുകളുണ്ട് ഇതിനകത്ത് വന്നേക്കുന്നത്. ഈ ലൈവ് പോയപ്പോൾ തന്നെ വന്ന കുറച്ച് കമന്റുകളുണ്ട്, അത് ഞാൻ സൈഡിലൊന്ന് കൊടുക്കാം, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്ന ചാറ്റുകൾ നിങ്ങളൊന്ന് കണ്ടാൽ മനസ്സിലാവും. അതായത് ഇവർ കാണിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക്, അതായത് ആരാധകർ ഇവരോട് പറയുന്നുണ്ട്, ചേച്ചി അങ്ങനെ കിടക്ക്, ഇങ്ങനെ കിടക്ക്, ചേച്ചി ഒരു ബട്ടൺസ് കൂടെ ഊര് ഒന്നുകൂടെ കാണീര് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം കേട്ടിട്ട് അത്തരത്തിൽ തന്നെ ഇവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാര്യം ഇവർക്ക് അത് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഇന്ന് കാശ് മേടിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുമ്പോൾ അവരാവശ്യപ്പെടുന്ന രീതിയിലൊക്കെ ഒരു പരിധി വരെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടിയാണ് അവരെല്ലാം വന്നേക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഇത്രയും ലൈംഗിക ദാരിദ്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ. അത് ഓരോരുത്തർ കാണുന്ന കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അപ്പൊ രേണുസുതി ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ രേണുസുതി ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ കൂടുതൽ ഫേക്ക് ഐഡിയ ആയിരിക്കും ഇതിനകത്തൊക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിനകത്ത് എത്ര മാന്യന്മാർ കാണും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായിരുന്നാലും അപ്പൊ ആ ഒരു കണ്ടന്റിൽ പിന്നെ ഇവര് ഇപ്പൊ എന്തായാലും നിർബന്ധിതയാകും. കാര്യം എന്ന് വെച്ചാൽ ഇവരെ സബ്സ്ക്രൈബേഴ്സ് കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരതിനകത്ത് കാണിക്കേണ്ടി വരും. ഇപ്പൊ രേണുസുതി ഇഷ്ടപ്പെടുന്നവരുണ്ടോ അല്ലെങ്കിൽ പിന്നെ മോശത്തരം കാണിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തവരാണോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ഇപ്പം കേരളമാകെ രേണുസുതി ഡൗൺ ആയിരുന്ന രേണുസുതി ഫുള്ള് ആ എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അവർക്ക് കൂടുതൽ മീഡിയ അറ്റൻഷനും കിട്ടുന്നുണ്ട്, സോഷ്യൽ മീഡിയ അറ്റൻഷൻ. ബാക്കി കാണാം നമുക്ക്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഒരു വീഡിയോ ആയിട്ട് വന്ന് രേണുസുതി ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ ലൈവ് ഇട്ട ഒരു വീഡിയോ ആണ്, അത് ഏതോ നാണമില്ലാത്തവനെ എടുത്തിട്ട് അത് പുറത്തു വിട്ടു എന്നുള്ള തരത്തിൽ രേണുസുതി ഒരു ന്യായീകരണ വീഡിയോ ആയിട്ട് വന്നപ്പോൾ അത് ആ വീഡിയോ കൂടെ കണ്ടതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട്, അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണെങ്കിലും, എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല പറഞ്ഞില്ല? ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. ഞാൻ അത് നമുക്കറിയാലോ. നിങ്ങൾ എന്തായാലും ഇതുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ഇനി ലൈവും പോകും, നിങ്ങൾ ഇനിയും ഇതേപോലത്തെ ഇതിന് മേല് ഉള്ള വീഡിയോ വെക്കുമെന്നും ഇറക്കുമെന്നും നമുക്കറിയാം. എന്തായാലും നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വീഡിയോയോട് കൂടി ഇപ്പം നിങ്ങൾ എന്തായാലും വീണ്ടും സോഷ്യൽ മീഡിയ അറ്റൻഷൻ നേടിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും നമുക്കറിഞ്ഞൂടാ. നിങ്ങൾ ഈ പറയുന്ന രണ്ട് നയം എന്തായാലും നടക്കത്തില്ല. കഷത്തിയിരിക്കുന്ന പോകുകയും ചെയ്യല്, ഉത്തരത്തിരിക്കുന്ന കിട്ടിയാൽ വേണം. അത് നടപ്പോശമല്ല എൻ്റെ കുഞ്ഞു ചേച്ചി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് കൊണ്ട് ആൾക്കാരെ അടുത്ത് ലീക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം കേരളത്തെ സംബന്ധിച്ച് ഇപ്പം ഒരു പുണ്യപ്രവൃത്തിയായിട്ടൊന്നും ആരും കാണുന്നില്ല. എന്തായാലും നിങ്ങളുടെ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരും നിങ്ങളെ അത് എടുത്തു വെച്ചിട്ട് ഇതുപോലെ ലീക്ക് ചെയ്യാനൊക്കെ വേണ്ടിയുള്ളവരായിരിക്കും ചെയ്തേക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയോട് കൂടി രേണുസുതി സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ മൈലേജ് നേടിയിരിക്കുകയാണ്. വരും
വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേഷൻ കാണാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായിരുന്നാലും വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ പറയുന്നു. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും പരിഗണിക്കുക. താങ്ക്